നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മളൊരു വ്യക്തിയെ വിവാഹം കഴിക്കുമ്പോൾ ആ വ്യക്തിയുടെ നക്ഷത്രം നോക്കണമോ, പൊരുത്തം നോക്കണമോ എന്നൊക്കെ നമ്മൾക്കൊരു സംശയമുണ്ടാവും. അതിൽ ഇപ്പോഴും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊരുത്തം നോക്കി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ പൊരുത്തം നോക്കി വിവാഹം കഴിച്ചവർക്കുള്ള ഒരു അറിവാണ്. അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തം, അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏതൊക്കെ നക്ഷത്രത്തിൽ പിറന്ന ആളുകളെ വിവാഹം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അശ്വതി നക്ഷത്രം പൊതുവായിട്ടുള്ള ഒരു സ്ത്രീക്കും പുരുഷനും വരുന്ന നക്ഷത്രമാണെങ്കിലും സ്ത്രീക്ക് സ്വീകരിക്കാവുന്നതും പുരുഷന് സ്വീകരിക്കാവുന്നതുമായിട്ടുള്ള നക്ഷത്രങ്ങൾ നമ്മൾ വേർതിരിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ചേരുന്ന നക്ഷത്രക്കാർ, അതായത് നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, രോഹിണി, പുണർദം ആദ്യ കാൽഭാഗം, പൂയം, ആയില്യം, ചിത്രയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, അനിഴം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. നിങ്ങളുടെ നക്ഷത്രം അശ്വതി സ്ത്രീയാണ് നിങ്ങളെങ്കിൽ സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ. ഇനി നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷനാണെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചോതി, അനിഴം, ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, പൂരുരുട്ടാതി കാൽഭാഗം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് യോജിച്ചത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരുന്ന എല്ലാ നക്ഷത്രങ്ങളും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് ചേരില്ല. അപ്പോൾ പൊരുത്തം നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കി ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പൊരുത്തം നോക്കുന്നത് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ മാറിക്കിട്ടി സുഖകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജ്യോതിഷപരമായിട്ടുള്ള ചില ആചാരക്രമങ്ങളാണിത്. ഇത് ആവശ്യമുള്ളവർക്ക് നോക്കാം, ആവശ്യമുള്ളവർക്ക് ഉപകരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.